ഗായ്സ്, ഇന്നത്തെ ഡേ ഒരു വണ്ടർഫുൾ ഡേ തന്നെയാണ്. ഫൈനലി കാണാൻ സാധിച്ചു ലേഡീസ് സീ ഫെയറർ ഓൺ ബോർഡ്. എല്ലാവർക്കും ഡൗട്ടുണ്ടാവും ലേഡീസിനും ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. സോ അതിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഇത്രയും വലിയൊരു കപ്പലാണ്. സോ ഇത് കാർണിവൽ ക്രൂയിസ് ലൈൻ, കാർണിവൽ ലെജൻ എന്ന ക്രൂയിസ് ലൈനാണ്. സോ അതിൽ ക്രൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇത്രയും വലിയ കപ്പലാണ്. സോ ഇത് പെയിൻറ്റ് ചെയ്ത് റീഫർബിഷ് ചെയ്ത വെസലാണ്. അത്ര നീറ്റായിട്ടാണ് അവർ നോക്കുന്നത്. സോ ഈ നീറ്റായിട്ട് നോക്കാനായിട്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു ഉദാഹരണമാണ്. ഇത് ലേഡി സീഫെയറർ. സോ ഇത് ക്രൂ ഒന്നില്ലെങ്കിൽ ഫിലിപ്പിനോ അല്ലെങ്കിൽ പെറു, ബ്രസീലിയൻ ക്രൂ ആണ്. സോ അതല്ല നമ്മുടെ പോയിൻ്റ്. നമ്മുടെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിനും ക്രൂസ് ഷിപ്പിൽ ചാൻസ് ഉണ്ട് എന്ന് ഉദാഹരണമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ലേഡി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സീഫെയർ ആയിട്ട് ലൈഫ് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഓൺ ബോർഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ്. സോ കാർണിവൽ ക്രൂയിസ് ലൈൻ എല്ലാവർക്കും ഈക്വലായിട്ട് ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുന്നൊരു വെസലാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരെ കാർണിവൽ ക്രൂയിസ് ലൈൻ കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നിങ്ങളുടെ CV ഇട്ടതിന് ശേഷം അതിനുള്ള ബാക്കി പ്രോസസ്സിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കോഴ്സ് ചെയ്യാൻ ഇതിലേക്ക് വരാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ GP റേറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും വെസലിൽ കയറിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 18 months എക്സ്പീരിയൻസ് ശേഷം വാച്ച് കീപ്പിംഗ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിലേക്ക് വരാൻ പറ്റും. സോ ഫ്രഷറാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം. സോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പെയിൻറ്റിങ് വർക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനാണ്. സോ ഇത് ഓരോ പോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെസൽ ഇൻസ്പെക്ഷനൊക്കെ സ്റ്റാക്ക് അപ്റ്റൻ ചെയ്തതിന് ശേഷം ഏതൊക്കെ റസ്റ്റ് പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അവർ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. സോ അതിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ 2 പേരും ലേഡീസാണ്. ഇത്രയും വലിയ വെസൽ കാണാൻ സാധിക്കും. അത്രയും നീറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. നോക്കാം അവരെങ്ങനെയാണ് ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. സോ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പലവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് ഇതൊരു പുതിയൊരു കാഴ്ച തന്നെയായിരിക്കും. എല്ലാവരും മെർച്ചൻ്റ് നേവിയാണ് ചൂസ് ചെയ്യുന്നത്. സോ ക്രൂസ് ഷിപ്പിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ അവൈലബിൾ ആണ്. സോ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നോ ഇഷ്യൂ. അത് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവർ ഹെഡ് കാണുന്നത് ബോസനാണ്. സോ ബോസൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാകും. സോ നിങ്ങൾ വർക്ക് ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. സോ ഇപ്പോൾ കാണുന്നത് ചെയ്യാൻ പറ്റാത്ത വർക്കാണെങ്കിൽ ബോസൻ ഹെൽപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വളരെ സപ്പോർട്ടീവാണ് ക്രൂയിസ് വെസലിൽ. സോ കാണിച്ചതിന് ശേഷം അവരവരുടെ വർക്ക് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി ഇതെല്ലാം വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇൻസ്പെക്ഷൻ അവർ എന്തായാലും ഒരു വെയിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. സോ എന്തായാലും ഇതൊരു പുതിയൊരു കാഴ്ച തന്നെയാണ്. നിങ്ങൾക്ക് GP റേറ്റിംഗ് ആയിട്ട് ക്രൂസ് ഷിപ്പിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വരാം. പിന്നെ ഇതിൽ ഹൈ സേഫ്റ്റി ആയിട്ടുള്ള വെസലാണ്. സോ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ക്രൂസ് ഷിപ്പാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ ഈ വർക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ക്രോസ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്. സോ എല്ലാവരും നിങ്ങൾക്ക് ഓൺ ബോർഡ് വരും. താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കും. അതിന് പറ്റില്ലെങ്കിൽ അടുത്ത ഫീൽഡിലേക്ക് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ ക്രോസ് ട്രെയിനിങ് വഴി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനും ഇതിൽ ഓപ്ഷൻ ഓൺ ബോർഡ് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ക്രൂയിസ് ഷിപ്പ് പെയിൻറ്റിങ് ജോബ് ഇൻ സീമാൻ. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ജോബ് അങ്ങനെ ഒരുപാട് കിട്ടുന്നുണ്ട്. ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ താല്പര്യമുള്ളവർക്ക് ഈ ഫീൽഡ് ചൂസ് ചെയ്യാം. എനിക്ക് വരുന്ന മെസ്സേജിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ മറ്റുള്ളവരുടെ ജോബ് താഴ്ത്തി കെട്ടി ഇടുന്ന വീഡിയോ അല്ല. ഇങ്ങനെയൊക്കെ ജോബ് ഓൺ ബോർഡ്, അതായത് ക്രൂസ് ഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ മാത്രമാണ്. സോ എല്ലാവരും ആ രീതിക്ക് കാണുക. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ക്രൂസ് ഷിപ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ലക്ഷറി ട്രാവലിംഗ് ആണ്. നിങ്ങൾക്ക് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യാം, ഇതും ഫ്രീ ആയിട്ട് തന്നെ.
പിന്നെ എല്ലാം ടാക്സ് ഫ്രീ സാലറിയാണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.